അപ്പോൾ എൻ്റെ ഈ ഡിപ്ലോമസി ചിലപ്പോൾ എനിക്ക് വെല്ലുവിളിയായി തീർന്നിട്ടുണ്ട്. അത് ഒരു ഭംഗി വാക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ വളരെ എന്താ പറയുക പൊതിഞ്ഞ് പറയുമ്പോൾ എൻ്റെ സ്വഭാവത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പലരും. കാരണം വെച്ചാൽ ജഗദീഷ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു പരിധി വിട്ട് ആരെയും വഴക്ക് പറയാത്ത ഒരാളെന്ന രീതിയിൽ അതെൻ്റെ വ്യക്തിത്വത്തിന് ചേർന്നതല്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇത്തരം ഷോസിലൊക്കെ ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ക്ഷോഭിക്കാറൊക്കെ ഉണ്ട്, നിലപാടുകളെ എതിർക്കാറുണ്ട്, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ മുന്നിൽ വരുന്ന വിദ്യാർത്ഥികൾ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിനനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. സാർ അതിപ്പോൾ അമ്മയെ തല്ലിയാലും ഉണ്ടല്ലോ രണ്ട് പക്ഷം അല്ലേ? അമ്മനെ തല്ലിയോ ഇടയ്ക്കൂടെ ദൈവമേ, ഇതിനുണ്ടല്ലോ രണ്ടഭിപ്രായം. അമ്മയെ തല്ലിയാൽ പോലും രണ്ട് പക്ഷം ഉണ്ടെന്ന് പറയുന്നത് പോലെ. ഇപ്പം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം പ്രേക്ഷകർക്ക് പലതരത്തിലുള്ള വികാരങ്ങളാണ് ഉണ്ടാവുക. ഇപ്പം നിങ്ങളുമായി ഇങ്ങനെ ഒരു സംവാദം നടത്തുമ്പോൾ കുറച്ച് പേര് പറയും ജഗദീശൻ എന്താണ് ഇവരുമായിട്ടൊരു സംവാദം നടത്തേണ്ട കാര്യം എന്താ? ലീഡിംഗ് ആയിട്ടുള്ള ജേർണലിസ്റ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ പോലെ അതല്ലേ ജഗദീഷിന് നല്ലത്? ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ജേർണലിസ്റ്റ് അവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കും. നിങ്ങൾ തന്നെ എന്താ പറയുക, അവർ ഒരു എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത കലാകാരന്മാർക്ക് എന്താ നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുന്നവരുണ്ടാവും. എനിക്കതല്ല. എല്ലാവരും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കും. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. ഒരു അധ്യാപകൻ എപ്പോഴും സന്തോഷിക്കുന്നതാണ്. ഇപ്പോൾ ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് അംഗീകാരമുണ്ട്, സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, അതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഏത് എയർപോർട്ടിൽ ചെന്നാലും ഒരു വിദ്യാർത്ഥിയെങ്കിലും ഉണ്ടാവും. ഞാൻ സാറിൻ്റെ വിദ്യാർത്ഥിയാണ്, MG കോളേജിൽ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്, മഞ്ചേരി കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്, മട്ടന്നൂർ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്, നിലമേൽ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം. ബിസിനസ്സുകാരായിരിക്കും. ഒന്ന് കയറിക്കോട്ടെ. അല്ല സാർ ചോദിച്ചോട്ടെ, ഈ എയർപോർട്ടിൽ മാത്രമേ സാറിന്റെ വിദ്യാർത്ഥികളെ കാണാൻ കഴിയത്തുള്ളൂ? അല്ല, എയർപോർട്ട് എന്ന് പറയുമ്പോൾ വിദേശ രാജ്യത്ത് പോലും, ഞാൻ പറഞ്ഞ വിദേശ രാജ്യത്ത് പോലും സാധാരണഗതിയിൽ എയർപോർട്ട് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ എയർപോർട്ടിൽ മാത്രം ആൾക്കാരെന്നുള്ള രീതിയിലല്ല, വിദേശ രാജ്യങ്ങളിൽ പോലും. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇവിടെ തന്നെ എൻ്റെ വിദ്യാർത്ഥികളുണ്ട്. ഈ പരിസരത്ത് തന്നെ എൻ്റെ വിദ്യാർത്ഥികൾ ഉണ്ടാവും എന്നുള്ള 100% ഉറപ്പാണ്. ഒരു വിദ്യാർത്ഥിയെങ്കിലും ഈ ചുറ്റുവട്ടത്തുണ്ടാവും. സാറ് ഇപ്പോൾ കഴിഞ്ഞ 8 വർഷമായിട്ട് സാറ് ജഡ്ജായിട്ടിരിക്കുകയാണ്. അപ്പോൾ സാറിൻ്റെ മുന്നിൽ കൂടെ 100 കണക്കിന് മിമിക്രി കലാകാരന്മാർ കടന്നു പോയിട്ടുണ്ട് ഈ പാനലിൻ്റെ മുന്നിൽ കൂടെ. ആ കലാകാരന്മാർ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലല്ലേ, മറ്റ് വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതലല്ലേ? തീർച്ചയായിട്ടും കലാകാരന്മാരെക്കാൾ കൂടുതൽ വിദ്യാർത്ഥികളാണ്. ആണല്ലേ? പിന്നെ ഈ വിദ്യാർത്ഥികൾ നല്ല നിലയിൽ കഴിയുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ലേ? അതേപോലെ തന്നെ ഈ റിയാലിറ്റി ഷോയിലെ കണ്ടസ്റ്റൻസ് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പേര് അവരാരെങ്കിലും സാറിനെ സ്വാധീനിക്കുക? തീർച്ചയായിട്ടും അവര് എന്നെ സ്വാധീനിക്കുക, സാറിൽ സ്വാധീനം ചെലുത്തി അങ്ങനെ അല്ല, അവരുടെ ഉയർച്ചയിൽ വളർച്ചയിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു. കാരണം ഞാൻ ജഡ്ജ് ചെയ്തതുകൊണ്ട് അവര് ഉയർന്ന നിലയിൽ എത്തി എന്നുള്ളതല്ല. ഞാൻ ജഡ്ജ് ചെയ്ത ഷോയിൽ അവരും ഭാഗമായിരുന്നു. അവരുടെ പ്രതിഭകൾ തിരിച്ചറിയാൻ കഴിഞ്ഞ പലരുടെയും കൂട്ടത്തിൽ എനിക്കും ഒരു നല്ല സ്ഥാനമുണ്ട്. പലരും സിനിമാ രംഗത്തേക്ക് കടന്നു വന്നു. അത് നമുക്ക് സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം അവരൊക്കെ നല്ല നല്ല വേഷങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് ഒരു നല്ല ലിസ്റ്റ് തന്നെ ഉണ്ട്, നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട്. അതെ സാറിപ്പോൾ 8 കൊല്ലമായിട്ട് ഒരു റിയാലിറ്റി ഷോൻ്റെ ജഡ്ജായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ വേറൊരു കാര്യം ചോദിക്കട്ടെ സാറേ, ഈ പഴയ കലാകാരന്മാരാണോ പുതിയ കലാകാരന്മാരാണോ നല്ല കഴിവിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് ആരാണ്? ആ ചോദ്യത്തിന് മറുപടി, ഇപ്പം ഞാൻ അഭിനയിച്ചിട്ടുള്ള രാഷ്ട്രീയ സിനിമ സ്ഥലത്തെ പ്രധാന പയ്യൻസ്, ചാട്ടുളി പോലത്തെ സംഭാഷണങ്ങൾ, രഞ്ജി പണിക്കരുടെ, ഷാജി കൈലാസിന്റെ ഡയറക്ഷൻ, അതാണോ അതോ ഇപ്പൊ ഇറങ്ങിയ എന്താ പറയാ ഒരു മെക്സിക്കൻ ഭാരത സഖാവ്, കോമ്രേഡ് ഇൻ അമേരിക്ക തുടങ്ങിയ ചിത്രങ്ങളാണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ രണ്ടും തമ്മിൽ താരതമ്യമില്ല. അതിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ സമീപനങ്ങളിൽ ഉണ്ടാക്കും. പിന്നെ അതേപോലെ തന്നെ അന്നത്തെ ഒരു എന്താ പറയാ റൊമാൻറ്റിക് ആയിട്ടുള്ള ലവ് സ്റ്റോറി, കുറച്ച് സെന്റിമെന്റ്സ് ഉള്ള വെൽക്കം ടു കൊടൈക്കനാൽ, ഇന്നത്തെ ഒരു ലവ് സബ്ജക്റ്റ് പ്രേമം, ഏതാണ് ബെറ്റർ? ഒരിക്കലും കമ്പാരിസൺ ഇല്ല. പിന്നെ കല്യാണ പെണ്ണ് മാറിപ്പോകുന്നത്, ഗുരുവായൂരിൽ വെച്ച് മാറിപ്പോകുന്ന സംഭവം, ഗൃഹപ്രവേശം, ഞാൻ നായകനായിട്ട് അഭിനയിച്ച ചിത്രം, അത് നാടൻ ഹ്യൂമറാണ്, സിറ്റുവേഷൻ കോമഡിയാണ്. ഇപ്പോൾ ഇവിടെ എതിരാളി എന്നെ തോൽപ്പിച്ചു, ഇനി എതിരാളിയെ ഞാൻ തോൽപ്പിച്ചതിന് ശേഷം മാത്രമേ ചെരിപ്പിടുകയുള്ളൂ എന്ന് പറയുന്ന നായകൻ മഹേഷിന്റെ പ്രതികാരം. ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്താൽ ഏതാണ് മികച്ച ചിത്രം? എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഗൃഹപ്രവേശം ഇറങ്ങിയത്. ഇന്നത്തെ സാങ്കേതിക സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഗൃഹപ്രവേശത്തിൻ്റെ ആ നാടൻ ഹ്യൂമർ. ഇന്ന് മഹേഷിൻ്റെ പ്രതികാരം ടെക്നോളജിയുടെ സഹായമുണ്ട്, നല്ല അഭിനയമുണ്ട്, നല്ല സ്ക്രിപ്റ്റ് ഉണ്ട്, നല്ല ഡയറക്ഷൻ ഉണ്ട്,
സ്ക്രിപ്റ്റിന് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്, മഹേഷിന്റെ പ്രതികാരം. പക്ഷെ ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. യക്ഷിയിലെ വേഷം അഭിനയിച്ച സത്യൻ മാഷ്, അടിമകൾ, കടൽപ്പാലം, അനുഭവങ്ങൾ പാളിച്ചകൾ, ഒരു പെണ്ണിന്റെ കഥ, ചെമ്മീൻ, എത്ര അനശ്വര കഥാപാത്രങ്ങൾ. ആ സത്യൻ മാഷിന്റെ അഭിനയമാണോ മികച്ചത്, അതോ ഒരു വടക്കൻ വീരഗാഥയിലെ മമ്മൂക്ക, നായർ സാബ്, ന്യൂഡൽഹി, ഈ ചിത്രങ്ങളിലെല്ലാം ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച മമ്മൂക്കയാണോ മികച്ച നടൻ എന്ന് ചോദിച്ചാൽ ഒരു കമ്പാരിസണും പറ്റില്ല. പറ്റുമോ? പറ്റില്ല സാർ. അതാണ് ഞാൻ 2 തലമുറയിലും അല്ലെങ്കിൽ 3 തലമുറയിലും 4 തലമുറയിലും ജനറേഷൻസിലെല്ലാം തന്നെ അതാത് ജനറേഷൻസിൽ നല്ല കലാകാരന്മാരുണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ മികച്ച ചിത്രങ്ങളുടെ കൂട്ടത്തിൽ നായക പട്ടത്തിലുള്ള കുറേ ചിത്രങ്ങൾ വേണമെങ്കിൽ എനിക്ക് എക്സാമ്പിളായിട്ട് പറയാം. സ്ത്രീധനം, ഭാര്യ, പൊന്നാടൻ തൊട്ടത്തെ രാജാവ്, വെൽക്കം ടു കൊടൈക്കനാൽ. അതേ അവസരത്തിൽ കള്ളൻ കപ്പലിൽ തന്നെ നഗരത്തിൽ സംസാര വിഷയം, മിമിക്സ് പരേഡ്, കാസർഗോഡ് കാദർബായ്, മിമിക്സ് സൂപ്പർ 1000, ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ്. അറൗണ്ട് സാർ എല്ലാം കൂടെ എത്ര സിനിമകളിൽ 40ഓളം ചിത്രങ്ങളിൽ നായകനായിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങളെല്ലാം നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ വരണം. പഴയ കലാകാരന്മാരും പുതിയ കലാകാരന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാർ? പൊതുവായുള്ള ഒരു വ്യത്യാസം. അത് സാറിനോട് ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടോ? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു തന്നാ മതി. എന്നാ പണം. അതായത് ഈ പുതിയ കലാകാരന്മാർ കുറച്ച് നാൾ കഴിയുമ്പോൾ പഴയ കലാകാരന്മാരാകും. പക്ഷെ ഒരിക്കലും പഴയ കലാകാരന്മാർ കുറച്ചു കാലം കഴിയുമ്പോൾ പുതിയ കലാകാരന്മാരാവില്ല. അത് ശരി. കാതറിന്റെ ഒരു നർമ്മം എൻ്റെ കയ്യിലുള്ളതല്ല എനിക്ക് തരാൻ പറ്റും. അതാണ് കാലത്തിന്റെ പ്രത്യേകത. പോയ ദിനങ്ങളെ വന്നിട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും വന്നിട്ട് പോകില്ല. അപ്പൊ അതുകൊണ്ട് എന്നും പുതുമ നശിക്കാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിന് നർമ്മം, ഹാസ്യം ഒക്കെ ജീവിതത്തിൽ മുന്നേറാൻ നമ്മളെ സഹായിക്കുന്നതാണ് എൻ്റെ പക്ഷം. ഓക്കെ.